after a long time, welcome to my YouTube channel. Actually, cooking time നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതൊരു ചെറിയ ലെങ്തി വീഡിയോ ആണ് റിഗാർഡിങ് ദ പാരന്റിങ്. ഐ എം നോട്ട് ദാറ്റ് മച്ച് എക്സ്പേർട്ട് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പാരന്റിങ്. ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഞാൻ വളർന്ന സാഹചര്യവും ഞാനിപ്പോൾ എൻ്റെ മോളെ വളർത്തുന്ന ഒരു സംഭവവും കേട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എനിക്കിതൊന്നും സംസാരിക്കണം എന്ന് തോന്നി. സോ കുറേ കാലമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്ക് ടു യൂട്യൂബ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ എം നോട്ട് ഇൻ ടു കംപ്ലീറ്റ്ലി റിയാക്ഷൻ. സംടൈംസ് റിയാക്ട് ചെയ്യും, സംടൈംസ് റെസ്പോണ്ട് ചെയ്യും, സംടൈംസ് ആക്ട് ചെയ്യും, സംടൈംസ് ടോക്ക് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഐ എം പ്ലാനിങ്. ആക്ച്വലി അതാണ് എൻ്റെ പ്ലാനിങ് വന്നിട്ട്. ഷോർട്സ് ആയിട്ടും വീക്ക്ലി വൺസ് ഫുൾ വീഡിയോ ആയിട്ടാണ് പ്ലാൻ ആക്കുന്നത്. എൻ്റെ ഒപ്പം തന്നെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വീഡിയോസ് ഒന്നും ഇല്ലാഞ്ഞിട്ടും സ്റ്റിൽ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം സോറി ഫോർ വെയിറ്റിംഗ് മൈ വീഡിയോ. ഓക്കെ, അപ്പം പാരന്റിങ്, അതായത് കുറേ പ്രോവേർബ്സ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ്, അടയ്ക്കാണെങ്കിലും മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരാണെങ്കിലോ മടിയിൽ വെക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല. അതേപോലെ തന്നെ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തന്തവൈബും കാര്യങ്ങളോ അല്ലെങ്കിൽ തള്ളവൈബോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് എ മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ, ഒരു കുട്ടി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വളരെ അറഗൻ്റ് ആയിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നത്, അല്ലേ? അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ദ സെക്കൻഡ് തിങ് നമ്മൾ കേട്ടത് ഒരു റാഗിങ്ങിൻ്റെ മൂലമായിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തൊരു സിറ്റുവേഷനാണ്. അപ്പം ഈ ആദ്യത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്ന സംഭവം, ആ ഒരു ഇതിൽ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരന്റിങ്ങിൽ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിന് അങ്ങനെ തന്നെ കോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു സഫോക്കേഷൻ, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. പണ്ട് കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് അത് ചെയ്യരുത്, എന്തേ ചെയ്യാൻ പാടില്ല, ഇല്ല അത് ചെയ്യരുത്, അപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദേ നീഡ് ദ റീസൺ. ആ ഒരു റീസൺ അവർക്ക് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ദേ വിൽ കീപ് ക്വയറ്റ് ആൻഡ് മേ ബി ദേ വിൽ ട്രൈ ടു ഫോളോ, ചെയ്യാൻ നോക്കും എന്താണെന്നല്ല. അതല്ലാത്ത പക്ഷം ദേ വിൽ ഡെഫിനറ്റ്ലി ആസ്ക്, അല്ലെങ്കിൽ കൺവിൻസിങ് അല്ലെങ്കിൽ അവർ അതിനുള്ള മറുചോദ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വാ മൂടിക്കും. ഓക്കെ, അപ്പോൾ അടിച്ചു വളർത്തുക എന്നുള്ളതാണോ പാരന്റിങ്? ഞാൻ അതിനോട് ഒട്ടും യോജിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു കുട്ടിയെ അടിച്ച് അവിടെ ഇരുത്തി നമ്മൾ പറയുന്ന അതേപോലെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ലൈക്ക് എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് അനുസരിക്കുന്നല്ല, ഒരു അടിയെ ആ ഒരു ആക്ടിനെ പേടിച്ചിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരാണെങ്കിൽ മടിയിൽ വയ്ക്കാൻ പറ്റില്ല. നാളൊരിക്കൽ നമ്മൾ അടിക്കാൻ കൈ വാങ്ങുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ കൈ അവൻ കയറി പിടിക്കാം. ആ സമയത്ത് 10 മാസം ചുമന്ന കണക്ക് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ. അപ്പം ഇതിൽ ഈ കുട്ടി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് റൂഡായിട്ട് സംസാരിച്ചപ്പോൾ അടിച്ചു വളർത്താൻ തന്നെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ തന്നെ പ്രശ്നം. ആക്ച്വലി ആ കുട്ടിയുടെ വീട്ടിൽ എന്താണ് സഫർ ചെയ്യുന്നത് നമുക്കറിയില്ല, പാരന്റിങ് എന്താണ് ആ കുട്ടി കൊടുക്കുന്നത് നമുക്കറിയില്ല. പാരന്റിങ് ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ പാരൻസിനും ഞാൻ കുറ്റം പറയുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇതേപോലെയായിരുന്നു, അത് ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതേപോലെ പല കാര്യങ്ങളുണ്ട്. ഈവൻ അമ്പലത്തിൽ പോണ കാര്യങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, പേടിപ്പിച്ച് ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ആ രീതിയിൽ വാമൂടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനിപ്പോൾ മോളുടെ അടുത്ത് പറയുന്നത്, ഇപ്പോൾ എന്നത് ചെയ്യുന്നു, ഡെഫിനറ്റ്ലി ഷീ വിൽ ആസ്ക്, അതെന്താ ചെയ്യാൻ പാടില്ലാത്ത, നീ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെന്താ ചെയ്യാൻ പാടില്ല, അതൊക്കെ മിത്താണ് അല്ലെങ്കിൽ അതൊക്കെ ഫാക്റ്റാണെന്ന് തിരിച്ച് സംസാരിക്കാൻ പറ്റും. വൈ? ബിക്കോസ് അവരുടെ കയ്യിൽ ഇപ്പോൾ വലിയൊരു ബോംബ് നമ്മളെല്ലാവരും കൊടുത്തിട്ടുണ്ട്, ഫോൺ, അല്ലേ? നമ്മളെക്കാൾ മുന്നേ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അടിച്ചു വളർത്തുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതേപോലെ ഈ മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്ന സംഭവം, നമ്മൾ 10ാം ക്ലാസ് ഫെയിലായിരിക്കും, പക്ഷെ നമ്മുടെ കുട്ടിയോട് നമ്മൾ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവണം, അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരണം, എനിക്കാവാൻ പറ്റിയില്ല അതുകൊണ്ട് നീ ആവണം, നോട്ട് ലൈക്ക് ദാറ്റ്. അവരുടെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അവരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് വളർന്നു വരുന്നതാണ് സൊസൈറ്റിയിലോട്ട്, അല്ലേ? അപ്പം അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അവരിൽ എന്തെല്ലാം കഴിവുകളുണ്ട്, എന്താണെന്ന് എനിക്ക് പഠിക്കാൻ ആഗ്രഹം, പഠിത്തത്തിന് പുറമെ നിങ്ങൾക്ക് സ്പോർട്സ് താല്പര്യമുണ്ടോ, ഡാൻസ് താല്പര്യമുണ്ടോ, ആക്ടിങ് താല്പര്യമുണ്ടോ, അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. യെസ്, എഡ്യൂക്കേഷൻ ഈസ് നെസസറി. ഇപ്പോഴത്തെ കാലത്ത് കല്യാണമോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലേക്ക് നമ്മുടെ കുട്ടികളെ ആക്കി കൊടുക്കണം. അത് ഒരിക്കലും കുറേ പൈസ ഉണ്ടാക്കി അവരുടെ കയ്യിലോട്ട് കൊടുക്കുക എന്നുള്ളതല്ല. അവരെ ഇൻഡിവിജ്വലായിട്ട് എണീറ്റ് നിൽക്കാൻ, എത്ര അടികിട്ടി വീണാലും എണീറ്റ് നിൽക്കാനുള്ളൊരു ധൈര്യവും തൻ്റെയോടും ആ കുട്ടിക്ക് മെൻ്റലി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു
ചെറിയ അറിവ്. അതേപോലെ തന്നെ ലൈക്ക് തോക്കണമെങ്കിൽ തോക്കട്ടെ, ആ തോൽവിയുടെ രുചിയും അവരറിയട്ടെ. തോറ്റിട്ട് എത്ര വീണാലും എണീക്കാനുള്ള അവരുടെ ഒരു ഗട്ട്സും കാര്യങ്ങളും നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫ്രണ്ട്ലി അവർ വന്ന് നമ്മളോട് എന്തും പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഏതൊരു റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷനാണ് ബേസ് എന്ന് പറഞ്ഞ പോലെ തന്നെ പാരന്റിങ്ങിലും ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു ധൈര്യം അവർക്ക് കൊടുക്കണം. എന്താണെങ്കിലും ഷെയർ ചെയ്യാനുള്ള ധൈര്യം. അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വെദർ ഇറ്റ് ഈസ് സെക്സ് എഡ്യൂക്കേഷൻ ഓർ റിഗാർഡിങ് ദ പീരീഡ്, വാട്ട് എവർ, അത് എല്ലാം ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടി നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് തരണം, അതിൽ നിന്നുമാണ് ഹ്യൂമാനിറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അത് ഒരിക്കലും പേടിപ്പിച്ചിട്ട് ഉള്ള രീതിയിലല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഇതിന്റെ സംഭവം ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന സംഭവം പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. വീട്ടിൽ ഭയങ്കര ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ഒരു കുപ്പിയിലിട്ട് അടച്ചിട്ടിട്ട് നമ്മൾ അവരെ റോബോട്ടിക് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ എക്സ്പ്ലോർ. അത് ഏത് രീതിയിൽ എക്സ്പ്ലോർ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും കുറേ കാലം കഴിയുമ്പോൾ അവർ കാണിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്ത ഓവർ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അധികം അടച്ചുപൂട്ടി വളർത്തണം എന്നോ അല്ലെങ്കിൽ ഓവർ ഫ്രീഡം കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ മക്കൾ ചെയ്തോ വളർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് മെന്റലി ഒരു ബോണ്ടിങ് വന്നാൽ, അത് 10 മാസം ചുമന്ന കണക്ക് പറഞ്ഞിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു വൈബിൽ പിള്ളേർ നിൽക്കും. അതേപോലെ പിള്ളേർക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ നമ്മളും കുറച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഒരിക്കലും ഒരു പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലൈക്ക് മിത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കാര്യങ്ങളൊന്നും അല്ല വേണ്ടതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഒരു അഭിപ്രായമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിനേക്കാൾ എക്സ്പെർട്ടായിട്ട് പാരന്റിങ്ങിനെ പറ്റി സംസാരിക്കാൻ ഓരോ കൗൺസിലിംഗ് ടീമും എല്ലാവരും ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫോണിലുള്ളടത്തോളം കാലം അവർ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന കാലം കൊണ്ട് അവരുടെ മൈൻഡിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അവരായിട്ട് എപ്പോഴും ഒരു മെന്റലി കണക്ഷൻ വേണം. എന്തുണ്ടെങ്കിലും എൻ്റെ അമ്മോട് അച്ഛനോട് എനിക്ക് പറയാം, ദേ ആർ സംതിങ് ടു മീ എന്നുള്ള രീതിയിൽ ഒരു വൈബ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അതൊരിക്കലും ഒരു കുറേ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അടക്കി ഭരിച്ച് ഞാൻ എൻ്റെ കുട്ടിയെ അങ്ങനെ വളർത്തുന്നത്, ഞാൻ എൻ്റെ കുട്ടിയെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നോട്ട് ലൈക്ക് ദാറ്റ്. അതല്ല ഒരിക്കലും ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ആൻഡ് ഒരു ഓൾ ഓഫ് ദ സഡൻ ഞാൻ പറയുന്നത് ഈ എന്നെ തല്ലണ്ട അമ്മവാ ഞാൻ നന്നാവില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പാരന്റിങ് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ്. വളരെ മനോഹരമായിട്ടൊരു കലയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആയി എന്നറിയുന്ന ഒരു മൊമെന്റ് തൊട്ട് നമ്മൾ ഈവൻ അമ്മയും അച്ഛനും ഒരു പുതിയ ചാപ്റ്റർ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ അവർ നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ മരണം വരെ നമ്മൾ നമ്മുടെ മക്കളോട് കമ്മിറ്റഡ് ആയിരിക്കണം. അതുപോലെ അവരും നമ്മളോട് തിരിച്ച് സ്നേഹിക്കണമെന്നെങ്കിൽ നമ്മളായിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അത് ചെയ്തു തന്നില്ല, ഇത് ചെയ്തു തന്നില്ല, ആ ചെയ്തെന്ന കാര്യങ്ങൾ അവർക്ക് റിഫ്ലക്ട് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷനും സ്നേഹവും വൈബും കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാലഘട്ടം ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ആവാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു വൈബായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ, ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹത്തോടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഹെവൻലി ആയിട്ടുള്ള ഒരു ചട്ടക്കൂട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടികളും അങ്ങനെ ഇതായി പോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും ലൈക്ക് അവർക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി വൈസ് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്താണെങ്കിലും നമ്മൾ അവരെപ്പോഴും കീപ് വാച്ചിങ് ആയിരിക്കണം. ആൻഡ് ഡോണ്ട് പുട്ട് സോ മച്ച് ഓഫ് റൂൾസ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. റൂൾസ് ആർക്ക് വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. ഓവർ റൂൾസ് വരുമ്പോൾ അത് പൊട്ടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടത്തേ ഉള്ളൂ. മക്കൾ എന്താണെന്ന് അറിയുക, കേൾക്കുക, മനസ്സിലാക്കുക. അതല്ലാതെ ഒരിക്കലും ഐ ആം എ പാരന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളായിട്ട് പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലരുത്. അവർക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വേണം, ഒരു അതർ പേഴ്സണായിട്ട് അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. മേ ബി എൻ്റെ പാരന്റിങ്ങിലും ഒരുപാട് ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഐ ലവ് ടു ക്ലിയർ ദാറ്റ്. ഈവൻ ഞാൻ പൊന്നുവിൻ്റെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും ഹൗ ഷീ റിയാക്ട്, ഹൗ ഷീ ലൈക്ക് യു നോ ഷീ ഈസ് ഓൾസോ ഒരുപാട് കാര്യങ്ങൾ കാണുകയും മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈവൻ എൻ്റെ ഭാഗത്ത് തെറ്റുന്നുണ്ട്, ഐ എം സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഒരു വ്ളോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കും, പലതും ആയിരിക്കും. കംപ്ലീറ്റ് ഒരു റിയാക്ഷൻ വീഡിയോയിലോട്ട് ഞാൻ പോകുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ബിക്കോസ് ഐ എം നോട്ട് എ പേഴ്സൺ ടു ക്ലിയർ ഓർ സൊസൈറ്റി എല്ലാവരും അടിച്ചങ്ങ് നന്നാക്കാനൊന്നല്ല എൻ്റെ ഉദ്ദേശം. പണ്ടും അന്നും എന്നും തന്നെ അതൊന്നല്ല എൻ്റെ ഉദ്ദേശം. പക്ഷെ എനിക്ക് പാരന്റിങ്ങിനെ പറ്റി സംസാരിക്കണം തോന്നി. വളരെ മനോഹരമായിട്ട് നല്ലൊരു തലമുറ ആവട്ടെ. ലൈക്ക് എവിടേക്കെങ്കിലും എങ്ങോട്ടെങ്കിലും ട്വിസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അടിച്ചൊതുക്കി മൂലക്കി ഇട്ട് ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാതെ ലിസൺ ടു യുവർ ചൈൽഡ്. ഗുഡ് വൈബ്സ്.